നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. പുതുക്കാട് കുറുമാലി പാലത്തിൽ നിന്ന് കാർ പുഴയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. പരിയാരം സ്വദേശി സനീഷാണ് മരിച്ചത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തൃശൂർ സംഗീത നാടക അക്കാദമി കോമ്പൗണ്ടിൽ സജ്ജമാക്കിയ റേഡിയോ നാടകവേദിയും ടെന്റ് തിയേറ്ററും അനാഥാവസ്ഥയിൽ. അക്കാദമി ഭാരവാഹികളുടെ കെടുകാര്യസ്ഥതയാണ് വേദികൾ ഉപയോഗശൂന്യമാകാൻ കാരണമെന്ന് ആക്ഷേപം. മണ്ണുത്തി പാലക്കാട് ദേശീയപാത വീണ്ടും ദുരിതപാതയാകുന്നു. ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവായതോടെ മേഖലയിലെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് സമരം നടത്തുമെന്ന് ബസ്സുടമകൾ. ചാവക്കാട് ഹനീഫ വധക്കേസിൽ മന്ത്രി CN ബാലകൃഷ്ണനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ A ഗ്രൂപ്പുകാർ ബോധപൂർവം ശ്രമിച്ചതായി I ഗ്രൂപ്പ് നേതാക്കൾ. തൃശൂരിലെ ആഭ്യന്തര കലഹം സംബന്ധിച്ച് തിങ്കളാഴ്ച നടക്കുന്ന KPCC യോഗം ചർച്ച ചെയ്തേക്കും. ചാവക്കാട് പാലപ്പെട്ടി ബീച്ചിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ ബോട്ട് മറിഞ്ഞു. മത്സ്യബന്ധന തൊഴിലാളികളായ 5 പേരെ മറ്റു ബോട്ടിലുള്ളവർ രക്ഷപ്പെടുത്തി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നാളെ ജില്ലയിൽ 1000 ശോഭായാത്രകൾ സംഘടിപ്പിക്കും. ഗുരുവായൂരിൽ നടന്ന അവതാര വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി. നാളെ തൃശൂരിൽ നടക്കുന്ന ശോഭായാത്ര TCV തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പുതുക്കാട് കുറുമാലി പാലത്തിൽ നിന്ന് കാർ പുഴയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിയാരം മമ്പ്രക്കാരൻ ആന്റണി മകൻ 28 വയസ്സുള്ള സനീഷാണ് മരിച്ചത്. പരിയാരം സ്വദേശികളായ ആലപ്പാടൻ 27 വയസ്സുള്ള ഷിൻഡോ, ചിറ്റിലപ്പള്ളി പൂവത്തിങ്കൽ സേവ്യർ മകൻ 25 വയസ്സുള്ള സജി എന്നിവർക്കാണ് പരിക്കേറ്റത്. മരിച്ച സനീഷിന്റെ മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഷിൻഡോവിന്റെ നില അതീവ ഗുരുതരമാണ്. ഇന്ന് വൈകിട്ട് 6:45 അപകടം. തൃശൂർ ഭാഗത്ത് നിന്ന് പരിയാരത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ പാലത്തിന്റെ കൈവരി തകർത്ത് കമ്പിയിൽ 5 മിനിറ്റോളം തൂങ്ങിക്കിടന്ന ശേഷമാണ് പുഴയിലേക്ക് വീണത്. 2 പാലത്തിന്റെ ഇടയിലുള്ള ഭാഗത്ത് പുഴയിൽ കരിങ്കല്ല് കൂട്ടിയിട്ട സ്ഥലത്തേക്കാണ് കാർ ചെന്നു പതിച്ചത്. 30 അടിയോളം താഴ്ചയിലേക്ക് വീണ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഡ്രൈവ് ചെയ്തിരുന്ന സനീഷ് തത്സമയം മരിച്ചു. സ്റ്റിയറിംഗിനിടയിൽ കുടുങ്ങിയ സനീഷിനെ 3/4 മണിക്കൂറിന്റെ പരിശ്രമത്തിനൊടുവിൽ പുറത്തേക്കെടുക്കുകയായിരുന്നു. പാലത്തിന്റെ അടിഭാഗത്തെ ഇരുട്ടും വഴിയില്ലാത്തതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിട്ടു. പുതുക്കാട് CI N മുരളീധരൻ, അഡീഷണൽ SI സന്തോഷ്, ഗ്രേഡ് SI രാജൻ എന്നിവരും ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ P മുരളീധരനും സംഘവും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. പഴയ പാലത്തിന്റെ തകർന്ന കൈവരികൾ നിർമ്മിക്കാതിരുന്നതാണ് കുറുമാലിയിലെ ദുരന്തത്തിന് കാരണം. ദേശീയപാതയുടെ നിർമ്മാണമേറ്റെടുത്ത ടോൾ കമ്പനി നിലവിലുണ്ടായിരുന്ന പാലം അതേപടി നിലനിർത്തിയിരിക്കുകയാണ്. പഴയ പാലത്തിന്റെ കൈവരികൾ പൊളിഞ്ഞ ഭാഗങ്ങളിൽ പെയിന്റ് അടിച്ചും ചിലയിടങ്ങളിൽ അപകട സൂചനയുടെ റിബണുകൾ വലിച്ചു കെട്ടിയ നിലയിലുമാണ്. മറുവശത്ത് പുതിയ പാലം നിർമ്മിച്ചുവെങ്കിലും പഴയ പാലത്തിന്റെ കൈവരികൾ മാറുന്നതിൽ ടോൾ കമ്പനി അധികൃതർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ വർഷം പാലത്തിൽ നിന്നും കൈവരി ഇടിച്ചു തകർത്ത ഒരു കാർ ഇരുമ്പ് കമ്പിയിൽ തൂങ്ങിക്കിടന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. നാട്ടുകാരുടെ വ്യാപക പ്രതിഷേധത്തിനൊടുവിൽ പാലത്തിന്റെ ഒരു ഭാഗത്ത് താൽക്കാലികമായി കൈവരി നിർമ്മിച്ചിരുന്നു. പഴയ പാലത്തിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള നടപ്പാത ഉയരമില്ലാത്തതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതുമാണ്. മുന്നിലുള്ള വാഹനങ്ങളെ മറികടക്കുന്നതിനിടയിൽ ബ്രേക്ക് ഇടുമ്പോൾ നിയന്ത്രണം വിടുന്ന വാഹനങ്ങൾ നടപ്പാതയിലേക്ക് കയറി കൈവരി തകർത്ത് പുഴയിലേക്ക് മറിയുകയാണ് ചെയ്യുന്നത്. അപകടത്തിൽപ്പെടുന്ന കൈവരികൾ പിന്നീട് നന്നാക്കുവാൻ ടോൾ അധികൃതർ തയ്യാറാവുന്നില്ല. ദുരന്തം പതിവാകുന്ന കുറുമാലിപ്പാലത്തിന്റെ കൈവരികൾ നിർമ്മിക്കാത്ത ടോൾ കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. തൃശൂർ സംഗീത നാടക അക്കാദമി കോമ്പൗണ്ടിൽ സജ്ജമാക്കിയ റേഡിയോ നാടകവേദിയും ടെന്റ് തിയേറ്ററും അനാഥാവസ്ഥയിൽ. അന്താരാഷ്ട്ര നാടകോത്സവത്തിനായി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വേദികൾ ഏറെക്കുറെ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. അന്താരാഷ്ട്ര നാടകോത്സവത്തോടനുബന്ധിച്ച് റേഡിയോ നാടകങ്ങൾക്കായി പ്രത്യേക വിഭാഗം ഒരുക്കിയിരുന്നു. റേഡിയോയുടെ മാതൃകയിലുള്ള പ്രത്യേക വേദി ഇതിനായി സജ്ജമാക്കിയാണ് റേഡിയോ നാടകങ്ങൾ അരങ്ങേറിയത്. ഇത് സ്ഥിരം സംവിധാനമാക്കുമെന്നും റേഡിയോ നാടകങ്ങൾ ആസ്വദിക്കേണ്ടവർക്ക് ചെറിയ തുക അടച്ചാൽ നാടകം ആസ്വദിക്കാൻ അവസരമൊരുക്കുമെന്നും ഭാരവാഹികൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര നാടകോത്സവം കഴിഞ്ഞതോടെ റേഡിയോ നാടകവേദി അനാഥമാവുകയായിരുന്നു. ആകാശവാണി റേഡിയോ നാടകങ്ങൾ നൽകാത്തതാണ് പ്രശ്നകാരണമെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം. എന്തായാലും മഴയും വെയിലുമേറ്റ് റേഡിയോ മാതൃകയിലുള്ള നാടകവേദി നശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണിപ്പോൾ. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ടെന്റ് തിയേറ്ററിന്റെ സ്ഥിതിയും ഏറെക്കുറെ ഇതേ അവസ്ഥ തന്നെയാണ്. ടെന്റ് തിയേറ്റർ സഞ്ചരിക്കുന്ന നാടകവേദിയാക്കാമെന്നായിരുന്നു അക്കാദമി ഭാരവാഹികളുടെ കണക്കുകൂട്ടൽ. എന്നാൽ നാടകോത്സവത്തിന് ശേഷം ടെന്റ് തിയേറ്ററും ഉപയോഗശൂന്യമായ നിലയിലാണ്. അക്കാദമി വളപ്പിൽ ഓരോ മൂലയിലും ഓരോ വേദി എന്ന നിലയിൽ കുറെ ബോർഡുകൾ സ്ഥാപിച്ചതല്ലാതെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം. അവിടെ ആ മരം മുറിക്കുകയും അതിൽ അക്കാദമിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ്
ഈ റേഡിയോ നാടകം എന്നുള്ളൊരു സങ്കല്പം തന്നെ അവിടെ രൂപപ്പെട്ടു വന്നത്. എല്ലാ മരങ്ങൾക്കും ചുവടെയും ഒരു ബോർഡ് എഴുതി വെച്ചിട്ട് ഒരുപാട് വേദികളുണ്ട് എന്ന് പറയുന്ന ഒരു അക്കാദമിയുടെ ഒരു നയമുണ്ട്. ഇപ്പോൾ നാടക സംഘങ്ങളൊക്കെ തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ ഓപ്പൺ സെമിനാറിലൊക്കെ തൻ്റെ തിയേറ്ററിനെ കുറിച്ച് എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും ചെവി കൊള്ളാതെ ഇപ്പോൾ അത് കാണുമ്പോൾ സത്യത്തിൽ വിഷമാണ് തോന്നുന്നത്. പുതിയ ഭാരവാഹികൾ നടത്തുന്ന പരിഷ്കാരത്തിന്റെ പേരിൽ മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി TK രാമകൃഷ്ണൻ സ്ഥാപിച്ച ശിലാഫലകം നീക്കം ചെയ്ത് പുതിയ ഭാരവാഹികളുടെ പരിഷ്കാരങ്ങൾ ഫലകങ്ങളായി സ്ഥാപിച്ചതായും വിമർശനമുണ്ട്. നാടകവേദി സ്ഥാപിക്കാനായി അക്കാദമി വളപ്പിലെ തണൽമരം മുറിക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. പ്രതിഷേധമെല്ലാം മറികടന്ന് സ്ഥാപിച്ച നാടകവേദികൾ നോക്കുകുത്തിയായി നിലകൊള്ളുന്ന സ്ഥിതിവിശേഷം അപമാനകരമാണെന്നും അക്കാദമി ഭാരവാഹികളുടെ കെടുകാര്യസ്ഥതയുടെ സ്മാരകമാണെന്നും വിമർശനമുയരുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. മണ്ണുത്തി പാലക്കാട് ദേശീയപാത വീണ്ടും ദുരിതപാതയാകുന്നു. തകർന്ന റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കടക്കമുള്ള പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. ദേശീയപാത 47 മണ്ണുത്തി കുതിരാൻ മേഖല വീണ്ടും ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന റോഡായി മാറുകയാണ്. മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത കുരുക്കും കുണ്ടും കുഴികളും നിറഞ്ഞ റോഡിലെ ദുരിതയാത്രയും അസഹ്യമായി തീർന്നിരിക്കുകയാണ്. റോഡിലെ കുഴികൾക്കിടയിലൂടെ കണ്ടെയ്നർ ലോറികളടക്കമുള്ളവ ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത്. കുഴികളിൽ വീണ് ഇരുചക്ര വാഹനക്കാരും കണ്ടെയ്നർ ലോറികളും അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. ദേശീയപാതയിലെ കുഴിയിൽ വീണ് ആക്സിലൊടിഞ്ഞ ലോറിയും കുതിരാനടുത്ത വഴിയിൽ കുരുങ്ങിയ കണ്ടെയ്നറുമാണ് ഏറ്റവും ഒടുവിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചത്. കല്ലിടുക്ക് മേഖലയിലാണ് റോഡ് ഗതാഗതം ഏറെ ദുഷ്കരം. തുടർച്ചയായ കുഴികൾക്കിടയിലൂടെ വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ട് കടന്നുപോകേണ്ടതിനാൽ സദാസമയം ഇവിടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതിനെ തുടർന്ന് നാട്ടുകാരുടെ സമര പരമ്പരകൾക്ക് ശേഷം കഴിഞ്ഞ കാലവർഷത്തിനിടയിലാണ് ഈ മേഖലയിൽ റീടാർ നടത്തിയത്. എന്നാൽ ഒരു വർഷമാകുമ്പോഴേക്കും ടാറിംഗ് ആകെ പൊളിഞ്ഞ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അശാസ്ത്രീയമായിട്ടാണ് നടന്നതെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. റോഡ് സഞ്ചാരയോഗ്യമല്ലാത്ത സാഹചര്യത്തിൽ ഈ മേഖലയിൽ സർവീസ് നിർത്തിവെച്ച് സമരം നടത്താനാണ് നീക്കമെന്ന് സ്വകാര്യ ബസ് ജീവനക്കാരുടെയും ഉടമകളുടെയും സംഘടനകൾ വ്യക്തമാക്കുന്നു. ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ അടുത്തിടെ പുനരാരംഭിച്ചുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിർത്തിവെക്കുകയായിരുന്നു. കുതിരാനിലെ തുരങ്ക നിർമ്മാണവും റോഡ് വികസനവും സ്തംഭനാവസ്ഥയിലാണ്. റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയാൽ മാത്രമേ ഈ റൂട്ടിലൂടെ ഗതാഗതം സാധ്യമാകൂ എന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾക്കായി ഫണ്ട് അനുവദിക്കേണ്ടത് ഏറെ സങ്കീർണമായ കടമ്പയായതിനാൽ തന്നെ ജനങ്ങളുടെ യാത്രാദുരിതം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിലെ കോൺഗ്രസിൽ ആഭ്യന്തര കലഹം. വാർത്ത കാണാം, ഇടവേള കഴിഞ്ഞ്. തൃശൂർ ശക്തനിലെന്തുട്ടാ? ശക്തനഗറിലെന്താ? ശക്തനിലെന്തുട്ടാ? ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ കാണുവാനുള്ള സുവർണാവസരം. വരൂ തൃശൂർ ശക്തനഗറിലേക്ക്. വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് കാർണിവൽ തൃശൂർ മഹോത്സവ് 2050, താജ് എക്സ്പോ, അലങ്കാര മത്സ്യ പ്രദർശനം, അമ്യൂസ്മെന്റ് റൈഡുകൾ, ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ബ്രാൻഡുകൾ ലഭ്യമാകുന്ന നിരവധി വിപണന പ്രദർശന സ്റ്റാളുകൾ. പ്രദർശനം രാവിലെ 11 മുതൽ രാത്രി 9 വരെ. Southern Gold, Kerala and UAE. കേരളത്തിലെ ആദ്യത്തെ ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ് കൂടുതൽ വിശാലമായ ലോകത്തേക്ക് തൃശൂർ MC റോഡിലെ ശങ്കരയ്യർ ജംഗ്ഷനിൽ ന്യൂ കേബിൾ പോയിന്റ്. 20,000 സ്ക്വയർ ഫീറ്റിൽ 4 നിലകളിലായി ഇന്ത്യയിലെ ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ ഐറ്റംസിന്റെ വിസ്മയ ലോകം. ഗ്രൗണ്ട് ഫ്ലോറിൽ ബ്രാൻഡഡ് സ്വിച്ചസ് ഗാലറി, ഫസ്റ്റ് ഫ്ലോറിൽ ഫാൻസ് ആൻഡ് വാട്ടർ ഹീറ്റേഴ്സിന്റെ വിപുലമായ കളക്ഷൻ.
സെക്കൻഡ് ഫ്ലോറിൽ ഫാൻസി ലൈറ്റ്സിന്റെ വർണ്ണപ്രപഞ്ചം. തേർഡ് ഫ്ലോറിൽ LED ലൈറ്റ്സിന്റെ പ്രഭാപൂരം. മൾട്ടി ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് അണ്ടർ വൺ റൂഫ്. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ റോഡ് ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. കൽമണ്ഡപം, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ റൂപേ കാർഡ് ഉപയോഗിച്ച് രാജ്യത്തെവിടെയുമുള്ള ATMകളിൽ നിന്നും സുരക്ഷിതമായി പണമിടപാട് നടത്താം. തൃശൂർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ഫ്രീഡം. നല്ല ഡിസൈൻ അസലായിട്ടുണ്ട് കേട്ടോ. ഇത് നോക്ക്, നന്നായിട്ടില്ലേ? അതോ അത് കലക്കിണ്ട്. വേറൊരു സാധനം കാണിച്ചാ ആ നെക്ലസ് ഒന്ന് എടുക്കാൻ പറയൂ. എന്തൊരു ഭംഗിയാ. കാണുന്നതൊക്കെ വാങ്ങാനേ മനസ്സ് പറയും. നമ്മൾ ഇവിടെ വന്നത് ഒരു വള വാങ്ങാനാ. ഒരു വള വാങ്ങാനുള്ള കാശെ കയ്യിൽ കരുതിയിട്ടുള്ളൂ. അല്ല, കല്യാൺ ഗോൾഡ് കാർഡ് മെമ്പർ അല്ലേ? ആ കാർഡൊന്ന് കൊടുത്തിട്ടേ പോയിന്റ്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയൂ. 1200 പോയിന്റ്സ് ഉണ്ട്. കൂടാതെ ബോണസ് പോയിന്റും ഉണ്ട് മാഡം. അതെല്ലേ? അപ്പൊ ഇതും കൂടി. മൂല്യമേറിയ ഗോൾഡ് കാർഡ് ഉൾപ്പെടെ 7 പുതുമകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്. ഇപ്പോൾ ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ LED ടിവിയോ വാങ്ങുന്നത് വളരെ സിമ്പിൾ ആയിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച പ്രോഡക്റ്റ് സെലക്ട് ചെയ്യൂ, അന്നു തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. വളരെ ലളിതമായ നടപടിക്രമങ്ങൾ, ഉടൻ ഡെലിവറി, മികച്ച സർവീസിംഗ്. എയ്സ് കമ്പ്യൂട്ടേഴ്സ്, ഓപ്പോസിറ്റ് MK സിൽക്സ്, മണിച്ചിത്ര ആർക്കേഡ്, വെളിയന്നൂർ, തൃശൂർ. കാൾ 2445555. ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ, കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. 5 നിലകളിലായി തൃശൂരിലെ ഏറ്റവും വലിയ ഇന്റീരിയർ ഷോറൂം നന്ദനം ഇന്റീരിയർ. ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ സാനിറ്ററി കളക്ഷൻസ്, ടാപ്പ് ഫിറ്റിംഗ്സ്, ക്രോക്കറി, മിറർ, ഇന്റീരിയർ ഐറ്റംസ്. കൂടാതെ ഹിൻഡ്വെയർ, പ്യാരിവെയർ മോഡലുകൾക്കായി 2 എക്സ്ക്ലൂസീവ് ഫ്ലോറുകൾ. നന്ദനം ഇന്റീരിയർ, ഗുരുവായൂർ റോഡ്, പൂങ്കുന്നം, തൃശൂർ. സ്വർണം പണയപ്പെടുത്തുമ്പോൾ അതിനുള്ള മൂല്യം നമുക്ക് കിട്ടുന്നുണ്ടോ? അമിത പലിശ ഈടാക്കുന്നുണ്ടോ? ഇതിനെല്ലാം ശരിയായ ഉത്തരമേകുന്ന സ്ഥാപനമാണ് 60 വർഷത്തോളം സേവന പാരമ്പര്യമുള്ള നമ്മുടെ ന്യൂട്രിച്ചൂർ. 12 ബ്രാഞ്ചുകളിൽ പണ്ടം പണിയ സൗകര്യം, കൂടാതെ ബിസിനസ് ലോണിനും സുവർണാവസരം. The Nutriture Company Private Limited. ഇനി പറഞ്ഞോളൂ, ടെൻഷനോട് ബൈ ബൈ. കൂടുതൽ വാർത്തകളിലേക്ക്. ചാവക്കാട് ഹനീഫ വധക്കേസിൽ മന്ത്രി CN ബാലകൃഷ്ണനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ A ഗ്രൂപ്പുകാർ ബോധപൂർവം ശ്രമിച്ചതായി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V ബാലറാം അടക്കമുള്ള I ഗ്രൂപ്പ് നേതാക്കൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. KPCCയുടെ വിലക്ക് ലംഘിച്ചാണ് I ഗ്രൂപ്പ് നേതാക്കൾ തൃശൂരിൽ വാർത്താസമ്മേളനം നടത്തിയത്. MM ഹസനെ പോലുള്ള നേതാവ് ഹനീഫയുടെ കൊലപാതകം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് പ്രതികരിച്ചത് സ്ഥിതിഗതികൾ വഷളാക്കി. CN ബാലകൃഷ്ണനെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ DCC പ്രസിഡന്റിനും പങ്കുണ്ടെന്നും ഇവർ ആരോപിച്ചു. ഇവിടെ വന്ന് ഹനീഫയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം ഇറക്കിയ പ്രസ്താവന ഇത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിലുള്ളതാണ് എന്നുള്ള നിലയിലാണ് വന്നത്. അതൊരിക്കലും അങ്ങനെ ഹസനെ പോലെയുള്ള ഒരു സീനിയർ നേതാവ് പറയാൻ പാടില്ല. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ ഇറക്കുന്നവരെ വിമർശിക്കാൻ, പ്രതികരിക്കാൻ ഇതുവരെ DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതായിട്ട് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ KPCC ഇടപെടണം. ജില്ലയിലെ കോൺഗ്രസിനകത്തുണ്ടായ സ്തംഭനാവസ്ഥ പരിഹരിക്കുന്നതിന് KPCC നേതൃത്വം ഇടപെടണമെന്നും I ഗ്രൂപ്പ് നേതാക്കളായ TU രാധാകൃഷ്ണൻ, ജോസഫ് ചാലിശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തൃശൂരിലെ കോൺഗ്രസിലെ ആഭ്യന്തര കലഹം സംബന്ധിച്ച് തിങ്കളാഴ്ച നടക്കുന്ന KPCC യോഗം ചർച്ച ചെയ്തേക്കും. ചാവക്കാട് A ഗ്രൂപ്പ് പ്രവർത്തകനായ ഹനീഫ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൽ AI ഭിന്നത വീണ്ടും രൂക്ഷമായത്. ഹനീഫ വധക്കേസിൽ മന്ത്രി CN ബാലകൃഷ്ണനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നീക്കങ്ങൾക്കെതിരെ DCC പ്രസിഡന്റും മറ്റും പ്രതികരിക്കാത്തതാണ് I ഗ്രൂപ്പിനെ ചൊടിപ്പിക്കാൻ കാരണം. ഇതിന്റെ ഭാഗമായാണ് KPCC നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് I ഗ്രൂപ്പ് നേതാക്കൾ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി DCC നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചത്. DCC പ്രസിഡന്റിനെതിരെയും KPCC വക്താവ് MM ഹസനുമെതിരെയും
നടപടി ആവശ്യപ്പെട്ട് ജില്ലയിലെ ഐ ഗ്രൂപ്പ് നേതാക്കൾ ഞായറാഴ്ച KPCC പ്രസിഡന്റുമായി ചർച്ച നടത്തും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായും ഐ ഗ്രൂപ്പ് നേതാക്കൾ ചർച്ച നടത്തുന്നുണ്ട്. ജില്ലയിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ സമവായത്തിലൂടെ പരിഹരിക്കാനായിരിക്കും KPCC നേതൃത്വം ശ്രമിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജില്ലയിലെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും KPCC നേതൃത്വത്തിന്റെ ചുമതലയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് TCV. കോൺഗ്രസ് എ ഗ്രൂപ്പ് പ്രവർത്തകർ തൃശൂരിൽ രഹസ്യയോഗം ചേർന്നു. ചാവക്കാട് ഹനീഫ വധക്കേസിൽ സ്പെഷ്യൽ ടീം അന്വേഷണം നടത്തുന്നതിനിടെ ഉദ്യോഗസ്ഥരെ മയപ്പെടുത്തി സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ് അഡ്വക്കേറ്റ് V. ബാലറാം തൃശൂരിൽ വാർത്താസമ്മേളനം നടത്തിയതെന്ന് എ ഗ്രൂപ്പ് യോഗത്തിൽ ആരോപണമുയർന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഘടകവും ആരെയും പ്രതിയായി ചിത്രീകരിച്ചിട്ടില്ല. പോലീസ് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. ചാവക്കാട് പാലപ്പെട്ടി ബീച്ചിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ ബോട്ട് മറഞ്ഞു. മത്സ്യബന്ധന തൊഴിലാളികളായ 5 പേരെ മറ്റു ബോട്ടിലുള്ളവർ രക്ഷപ്പെടുത്തി. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. മത്സ്യബന്ധനം നടത്തി മടങ്ങി വരികയായിരുന്ന ഫൈബർ ബോട്ടാണ് മുങ്ങിയത്. മറിഞ്ഞ ഫൈബർ ബോട്ടിൽ ഉണ്ടായിരുന്നവർ വള്ളത്തിൽ പിടിച്ച് ഒരു രാത്രി മുഴുവൻ കടലിൽ കഴിയുകയായിരുന്നു. ചാവക്കാട് ലൈറ്റ് ഹൌസിന് സമീപത്ത് വെച്ച് ഗുരുദക്ഷിണ എന്ന മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികൾ ഇവരെ രക്ഷപ്പെടുത്തി കരയിലെത്തിക്കുകയായിരുന്നു. കഴിമ്പ്രം സ്വദേശികളായ തൈക്കൂട്ട് രജീന്ദ്രൻ, കോവിൽ തൈക്കാട്ട് രാജീവ്, കോഴിശ്ശേരി ലാൽ, കോലാട്ടിപുരയ്ക്കൽ വിൽസൺ, വാഗപ്പുറത്ത് ലജീഷ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. കോസ്റ്റ് ഗാർഡിന്റെയും പോലീസിന്റെയും സഹകരണത്തോടെ ചേറ്റുവ കടപ്പുറത്തെത്തിച്ച തൊഴിലാളികൾക്ക് പ്രാഥമിക ചികിത്സ നൽകി. കടലിൽ നിന്ന് 10 മണിക്കൂറിന് ശേഷം തിരിച്ചെത്തിയ 5 മത്സ്യത്തൊഴിലാളികളും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ. മത്സ്യത്തൊഴിലാളികളായ രജീന്ദ്രൻ, രാജീവ്, ലാൽ, വിൽസൺ, ലജീഷ് എന്നിവരാണ് മരണമുഖത്ത് നിന്ന് ജീവിതത്തിന്റെ തീരത്തേക്കെത്തിയത്. മറിഞ്ഞ വള്ളത്തിന് പുറത്ത് സകല ദൈവങ്ങളെയും വിളിച്ച് പിടിവിടാതെ കിടക്കുകയായിരുന്നു ഇവരെന്ന് പറഞ്ഞു. എന്നാൽ വല നിറച്ച് കൂന്തൽ ലഭിച്ചതിനെ തുടർന്ന് രണ്ടാം വട്ടവും വല വയ്ക്കുന്നതിനായുള്ള ശ്രമത്തിനിടെയാണ് ഫൈബർ വള്ളം രാത്രി 11ഓടെ മറഞ്ഞത്. മത്സ്യബന്ധന സാമഗ്രികളും എഞ്ചിനും വലയും ഉൾപ്പെടെയുള്ളവ കടലിൽ നഷ്ടപ്പെട്ടു. ഇരുട്ടായതിനാൽ യാതൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. രാത്രിയിൽ മറ്റു ബോട്ടുകളോ മത്സ്യബന്ധന യാനങ്ങളോ വന്നിടിക്കുമെന്ന ഭയം ഉണ്ടായിരുന്നതായും തൊഴിലാളികൾ പറഞ്ഞു. ഇന്ന് രാവിലെ ആയതോടെ ഷർട്ടും മറ്റും വീശിക്കാണിച്ച് മത്സ്യബന്ധന യാനങ്ങൾക്ക് സിഗ്നൽ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറെത്തിയപ്പോഴാണ് ഗുരുദക്ഷിണ വള്ളക്കാർ തങ്ങളെ കണ്ട് രക്ഷപ്പെടുത്തി തീരത്തെത്തിച്ചതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ 1,00,000-ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ചുള്ള ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം നാളെ സംഘടിപ്പിക്കും. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ജില്ലയിൽ 1000 ശോഭായാത്രകൾ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടക്കും. 450-ൽ പരം ആഘോഷ പരിപാടികളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. കുട്ടികൾക്കായി ചിത്രരചന, ഉറിയടി, വൈജ്ഞാനിക മത്സരങ്ങൾ എന്നിവ നടത്തും. തൃശൂർ നഗരത്തിൽ നടക്കുന്ന ശോഭായാത്ര ചിന്മയ മിഷൻ കേരള ചീഫ് സേവക് ഡോക്ടർ G. മുകുന്ദനും ഗുരുവായൂരിലെ ശോഭായാത്ര വ്യവസായി സൺറൈസ് ശ്രീനിവാസനും ഉദ്ഘാടനം ചെയ്യും. തൃശൂരിൽ നാളെ നടക്കുന്ന ശോഭായാത്ര വൈകിട്ട് 5 മുതൽ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. അമ്പാടിക്കണ്ണന്റെ പിറന്നാൾ സുദിനത്തിന് മുന്നോടിയായി ഇന്ന് വൈകിട്ട് നടന്ന അവതാര വിളംബര ഘോഷയാത്ര ഗുരുപവനപുരിയെ അമ്പാടിയാക്കി. ഗുരുവായൂർ അഷ്ടമിരോഹിണി ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയിൽ ആയിരങ്ങളാണ് അണിനിരന്നത്. മമ്മിയൂർ ക്ഷേത്രസന്നിധിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ പൗരപ്രമുഖരും ആചാര്യരും വിവിധ മഠാധിപതികളും സന്യാസിശ്രേഷ്ഠന്മാരും മുൻനിരയിൽ അണിനിരന്നു. അർജുന നൃത്തം, തുള്ളൽത്രയം, കഥകളി വേഷധാരികൾ, നാടൻ കലാരൂപങ്ങൾ, കുതിരക്കളി, പൂക്കാവടി, കളരിപ്പയറ്റ് തുടങ്ങിയവ തൊട്ടുപുറകിലായി നീങ്ങി. നൂറുകണക്കിന് രാധാകൃഷ്ണ വേഷമണിഞ്ഞ കുട്ടികളും ഗോപികാ നൃത്തവും ഘോഷയാത്രകൾക്ക് വർണ്ണപകിട്ടേകി. കേരളീയ വസ്ത്രമണിഞ്ഞ 1001 സ്ത്രീകൾ അണിനിരക്കുന്ന താലവും ഘോഷയാത്രയ്ക്ക് പ്രൗഢിയേകി. നാഗസ്വരം, ഉടുക്കുപാട്ട്, ഭജന എന്നിവ ഘോഷയാത്രയെ ഭക്തിസാന്ദ്രമാക്കി. വഴിനീളെ നിലവിളക്കും നിറപറയും ഒരുക്കി ഭക്തർ ഘോഷയാത്രയെ വരവേറ്റു. ഘോഷയാത്രയിലുടനീളം പാൽപ്പായസവും അപ്പവും വിതരണം ചെയ്തു. മമ്മിയൂരിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര പടിഞ്ഞാറ് നടയിലെത്തി ഇന്നർ റിംഗ് റോഡ് വഴി ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി അക്ഷരശ്ലോക മത്സരം, സത്സംഗം, ആലാപന മത്സരങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. സംഘാടക സമിതി ഭാരവാഹികളായ ഡോക്ടർ A. ഹരിനാരായണൻ, മുള്ളത്ത് വേണുഗോപാൽ, അഡ്വക്കേറ്റ് P. ഭാസ്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ഗുരുവായൂർ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാര സുദിനം എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണ ജയന്തി നാളെ ആഘോഷിക്കും. ദക്ഷിണേന്ത്യയിലെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രമായ ഗുരുവായൂരിലേക്ക് 10,000-ങ്ങൾ അഷ്ടമിരോഹിണി നാളിൽ ദർശന പുണ്യം തേടിയെത്തും. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചതിരിഞ്ഞും കാഴ്ചശീവേലി ഉണ്ടാകും. വിശേഷാവസരങ്ങളിൽ മാത്രം പുറത്തെടുക്കാറുള്ള സ്വർണ്ണക്കോലം അഷ്ടമിരോഹിണിക്ക് എഴുന്നള്ളിക്കും. അഷ്ടമിരോഹിണിക്ക് നെയ്യപ്പമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. രാത്രി അത്താഴ പൂജയാണ്. ഭഗവാന് അപ്പം നിവേദിക്കുക. ഭഗവാന് നിവേദിച്ച അപ്പം പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. പിറന്നാൾ ദിനത്തിൽ അനുജൻ ശ്രീകൃഷ്ണനെ കാണാൻ ജ്യേഷ്ഠ സഹോദരനായ ബലരാമൻ എത്തുന്നുവെന്ന സങ്കല്പത്തിൽ സഹോദര സംഗമവും നടക്കും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ദേവസ്വം വിഭവസമൃദ്ധമായ പിറന്നാൾ സദ്യയും നൽകും.
മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നാളെ രാവിലെ പ്രഭാഷണം ഉണ്ടാകും. വൈകിട്ട് 6-ന് സാംസ്കാരിക സമ്മേളനത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാ പുരസ്കാരം കലാമണ്ഡലം ഗീതാനന്ദന് സമ്മാനിക്കും. രാത്രി കൃഷ്ണനാട്ടത്തിലെ അവതാരം കഥയും അരങ്ങേറും. അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി കിണറ്റിൽ വീണ് മരിച്ച സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് SP-ക്ക് കൈമാറി. കൂട്ടം കൂടി നിന്ന വിദ്യാർത്ഥികൾ പോലീസിനെ കണ്ടയുടൻ ഓടുകയും ഷഹീൻ ഇരുട്ടിൽ അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയായിരുന്നുവെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സംഭവ ദിവസം പോലീസ് ലാത്തി വീശുകയോ വിദ്യാർത്ഥികളെ അപായപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലെന്നും SP-ക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. സംഭവ ദിവസം കുന്നംകുളം താലൂക്ക് ആശുപത്രിക്ക് നേരെയും റോയൽ എഞ്ചിനീയറിംഗ് കോളേജിന് നേരെയും നടന്ന സാമൂഹിക വിരുദ്ധരുടെ ആക്രമണങ്ങൾ തടയുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആനപ്രേമികളുടെയും പൂരപ്രേമികളുടെയും നാടിന് തിലകക്കുറിയായി തൃശൂർ നെഹ്റു പാർക്കിൽ സ്റ്റീലിൽ തീർത്ത ഗജരാജ ശില്പം സ്ഥാപിച്ചു. തൃശൂർ നെഹ്റു പാർക്കിൽ കുട്ടികൾക്ക് വേണ്ടി തുമ്പിക്കൈ ഉയർത്തി വെള്ളം ചീറ്റുന്ന രൂപത്തിലുള്ള ഗജവീരനെയാണ് ഒരുക്കിയിട്ടുള്ളത്. 16 അടി ഉയരമുള്ള ഗജവീരനെ മെനഞ്ഞെടുത്തത് ശില്പി CG പ്രിൻസ് ആണ്. 7.5 ലക്ഷം രൂപ ചെലവിൽ തൃശൂർ കോർപ്പറേഷനാണ് ഗജവീര പ്രതിമ ഒരുക്കിയത്. നേരത്തെ കോർപ്പറേഷന് മുന്നിൽ സ്ഥാപിക്കാനായിരുന്നു തീരുമാനമെങ്കിലും കൂടുതൽ പേർക്ക് കണ്ട് ആസ്വദിക്കാനുള്ള സൗകര്യത്തിനായാണ് ആനയെ പാർക്കിൽ സ്ഥാപിച്ചതെന്ന് ഗജവീര ശില്പം ഉദ്ഘാടനം ചെയ്ത മേയർ രാജൻ ചേപ്പല്ലൻ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ PV സരോജിനി, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ M മാധവൻകുട്ടി, മുൻ മേയർ IP പോൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികളായ ഡോക്ടർ M ജയപ്രകാശ്, ബിന്നി ഇമ്മട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കോർപ്പറേഷൻ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. ശില്പി CG പ്രിൻസിനും കോൺട്രാക്ടർ പോൾസണും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. വെള്ളത്തിൽ നിൽക്കും വിധമാണ് ഇവിടെ ആനയെ സ്ഥാപിച്ചിട്ടുള്ളത്. ആനശില്പത്തിനു ചുറ്റും വിവിധ വർണ്ണത്തിലുള്ള വെളിച്ചക്രമീകരണങ്ങളും ഒരുക്കും. ന്യൂസ് ഡെസ്ക് TCV. 5 കോടി ചെലവഴിച്ച് 6 മാസത്തിനുള്ളിൽ തൃശൂർ നെഹ്റു പാർക്ക് നവീകരിക്കുമെന്ന് മേയർ രാജൻ ചേപ്പല്ലൻ പറഞ്ഞു. പാർക്ക് നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ആനശില്പം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്കായുള്ള ട്രെയിനും മ്യൂസിക് ഫൗണ്ടനും നെഹ്റു പാർക്കിൽ സ്ഥാപിക്കും. പഴയ കളിയുപകരണങ്ങൾക്ക് പകരം പുതിയ കളിക്കോപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കേടുവന്ന ചാരുബെഞ്ചുകൾ ഉടൻ തന്നെ മാറ്റി സ്ഥാപിക്കും. മഴയിലും വെയിലിലും കേടുവരാത്ത തരത്തിലുള്ള കളിയുപകരണങ്ങളും ബെഞ്ചുകളും ഇവിടെ സ്ഥാപിക്കും. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പാർക്കായി കോർപ്പറേഷന് കീഴിലുള്ള നെഹ്റു പാർക്കിനെ മാറ്റുമെന്നും മേയർ വ്യക്തമാക്കി. തൃശൂർ നഗരത്തിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രി എന്ന സ്വപ്നം പൊലിയുന്നു. തൃശൂർ നഗരത്തിൽ പ്രവർത്തിച്ചു വരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും 2007-ൽ മുളങ്ങുന്നത്കാവിലേക്ക് മാറ്റിയിരുന്നു. ഇതോടെ ഒഴിവ് വന്ന പ്രസവ ആശുപത്രി കെട്ടിടം പൂർണ്ണമായും ആധുനിക രീതിയിലുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും ചികിത്സയ്ക്കുള്ള ആശുപത്രിയായി മാറ്റുമെന്നായിരുന്നു മാറി മാറി വന്ന സർക്കാരുകൾ പ്രഖ്യാപിച്ചിരുന്നത്. പഴയ പ്രസവ ആശുപത്രി കെട്ടിടം പൊളിച്ചു നീക്കി തുടങ്ങിയെങ്കിലും കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിക്കുള്ള ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നേരത്തെ ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന കെട്ടിടങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. കാലപ്പഴക്കത്തിന്റെ പേരിലാണ് കെട്ടിടം പൊളിക്കുന്നത്. 12 ലക്ഷം രൂപയ്ക്ക് കെട്ടിടം പൊളിക്കാനുള്ള ടെൻഡർ പൊതുമരാമത്ത് വകുപ്പ് നൽകിയിരുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ്, ആക്സ്, NRHM എന്നീ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടം ഒഴിവാക്കിയാണ് ബാക്കി കെട്ടിട ഭാഗങ്ങൾ പൊളിക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന സ്ഥലത്ത് കെട്ടിട ഭാഗങ്ങൾ പൊളിച്ച് സ്വകാര്യ ലോബിക്ക് കൈമാറാനാണ് നീക്കം നടക്കുന്നതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. വാസുപുരത്ത് BJP പ്രവർത്തകൻ അഭിലാഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിലായി. വാസുപുരം പള്ളത്തേരി ദിനേശാണ് പിടിയിലായത്. ഈ കേസിൽ നേരത്തെ 6 പേർ അറസ്റ്റിലായിരുന്നു. മറ്റത്തൂർ വാസുപുരത്ത് BJP പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 1ഉം 2ഉം പ്രതികളെ പോലീസ് സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. ഇന്ന് ഉച്ചകഴിഞ്ഞാണ് പ്രതികളായ ഷാൻഡോ, ജിത്തു എന്നിവരുമായി കൊടകര C സുന്ദരന്റെ നേതൃത്വത്തിൽ വാസുപുരത്ത് തെളിവെടുപ്പ് നടത്തിയത്. കേച്ചേരി എരനെല്ലൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സ്വകാര്യ ബസ്സിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി വലിയപുരത്തുപരയിൽ 18 വയസ്സുള്ള ഷവാമിക്കാണ് പരിക്കേറ്റത്. സ്റ്റോപ്പിൽ നിർത്തിയ ബസ്സിന് പുറകിൽ ബൈക്ക് വന്നിടിക്കുകയായിരുന്നു. ആക്സ് പ്രവർത്തകർ എത്തി ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത കേസിൽ പ്രതികളായ 3 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോട്ടൂർ സ്വദേശി നബീൽ കരീം, കുന്നംകുളം സ്വദേശി മിഥുൻ രാജ്, തളിക്കുളം കൊപ്രക്കളം സ്വദേശി അഭിജിത്ത് എന്നിവരെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്.
പുലിക്കളി മഹോത്സവത്തിലെ സമ്മാനാർഹരെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട തർക്കം രൂക്ഷമാകുന്നു. പുലിക്കളിയിൽ സമ്മാനാർഹരെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് 6 ടീമുകൾ പങ്കെടുത്ത സംയുക്ത യോഗത്തിൽ പരാതി ഉയർന്നിരുന്നു. 1ഉം 2ഉം സ്ഥാനം ലഭിച്ച കോട്ടപ്പുറം സെന്റർ, നായ്ക്കനാൽ ദേശങ്ങൾ ഒഴികെയുള്ള 6 ടീമുകളാണ് തർക്കമുന്നയിച്ചിരുന്നത്. പ്രശ്നപരിഹാരത്തിനായി കളക്ടർ ഇടപെടണമെന്നും പുലിക്കളിയിൽ പങ്കെടുത്ത ടീമുകളുടെയും കോർപ്പറേഷൻ ഭാരവാഹികളുടെയും സംയുക്ത യോഗം വിളിക്കണമെന്നും ആവശ്യപ്പെട്ട് പുലിക്കളി ഏകോപന സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേബി പി ആന്റണി കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പുലിക്കളിയിൽ പങ്കെടുത്ത ടീമുകളെ സമ്മാനാർഹരാക്കി എന്ന ആരോപണമാണ് പുലിക്കളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത്. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ മിനി വാനിൽ നിന്ന് കിടക്കകൾ സ്കൂട്ടറിലേക്ക് മറിഞ്ഞു വീണ് യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. റെയിൽവേ മുൻ സെക്യൂരിറ്റി കമ്മീഷണർ വിയൂർ പാണ്ടിക്കാവ് പാട്ടത്തിൽ വീട്ടിൽ സുബ്രഹ്മണ്യൻ, മകൾ സുബിത, സുബിതയുടെ മകൻ നിഷാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പോസ്റ്റ് ഓഫീസ് റോഡിൽ മിനി വാൻ നിർത്തി സമീപത്തെ ഫർണിച്ചർ കടയിലേക്ക് കിടക്കകൾ മാറ്റുമ്പോൾ കെട്ടഴിഞ്ഞ് ബൈക്ക് യാത്രക്കാരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. കൊടകര പഞ്ചായത്തിലെ പുലിപ്പാറ കുന്നിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്നു. ഇങ്ങട്ടായി വള്ളിയമ്മ സുബ്രന്റെ വീടാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് 4ഓടെയുണ്ടായ ശക്തമായ മിന്നലിൽ തകർന്നു വീണത്. മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഭിത്തികൾ മിന്നലേറ്റ് തകർന്നതിനെ തുടർന്ന് മേൽക്കൂരയടക്കം നിലം പൊത്തുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. ഏങ്ങണ്ടിയൂർ ചുള്ളിപ്പടിയിൽ ഓലമേഞ്ഞ വീട് കത്തിനശിച്ചു. ചുള്ളിപ്പടിക്ക് തെക്ക് കരാട്ട് ദശരഥന്റെ വീടാണ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ കത്തിയത്. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വീടിനകത്തെ ഗ്യാസ് സിലിണ്ടർ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നത് കണ്ടാണ് അയൽവാസികൾ ഓടിയെത്തിയത്. നിമിഷങ്ങൾക്കുള്ളിൽ വീട് അഗ്നിക്കിരയായി. ഭക്ഷണവും വസ്ത്രങ്ങളും ഗൃഹോപകരണങ്ങളും ആധാർ കാർഡും തിരിച്ചറിയൽ കാർഡുമെല്ലാം കത്തിനശിച്ചു. തിങ്കളാഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന പേരക്കുട്ടിക്കായി വാങ്ങിവെച്ച സ്വർണ്ണവളയും 10,000-ഓളം രൂപയും അഗ്നിക്കിരയായി. ഗുരുവായൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റാണ് ആളിപ്പടർന്ന തീയണച്ചത്. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ദശരഥന്റെയും അയൽവാസിയായ നെടുമാട്ടുങ്ങൽ സന്തോഷിന്റെയും പുരയിടത്തിലെ തെങ്ങ്, കവുങ്ങ്, വാഴ, കടപ്ലാവ് എന്നിവയും തീപിടുത്തത്തിൽ കത്തിനശിച്ചു. വീട് കത്തിനശിച്ച ഏങ്ങണ്ടിയൂർ ചുള്ളിപ്പടിയിൽ ദശരഥന്റെ കുടുംബത്തിന് പഞ്ചായത്ത് അധികൃതരുടെയും നാട്ടുകാരുടെയും സഹായവുമായി എത്തിയത് ഏറെ ആശ്വാസമായി. ദശരഥന് പുതിയ വീട് അനുവദിക്കുമെന്നും അടിയന്തര ധനസഹായവും വീട്ടിലേക്ക് ആവശ്യമായ പാത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും വാങ്ങി നൽകുമെന്നും ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുനിൽ അറിയിച്ചു. ജില്ലാ കളക്ടറുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 10,000 രൂപ അനുവദിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ചാവക്കാട് തഹസിൽദാർ VM മുഹമ്മദ് റഫീഖ് അറിയിച്ചു. ഉടുതുണി ഉൾപ്പെടെയുള്ളവ കത്തിനശിച്ച ദശരഥന്റെ കുടുംബത്തിന് ആവശ്യമായ പുതിയ വസ്ത്രങ്ങൾ ഏങ്ങണ്ടിയൂർ കർഷക സർവീസ് സഹകരണ ബാങ്കിന്റെ തുണിക്കടയിൽ നിന്ന് നൽകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് MA ഹാരിസ് ബാബുവും അറിയിച്ചു. വീട് നിർമ്മിക്കുന്നതിനായി ചേറ്റുവ TA ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK രാമചന്ദ്രൻ 50,000 രൂപയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അറങ്ങോട്ടുകരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പള്ളം ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന വേലുസ്വാമിക്കാണ് പരിക്കേറ്റത്. നിസ്സാര പരിക്കേറ്റ ഇയാൾക്ക് അടുത്തുള്ള ക്ലിനിക്കിൽ പ്രാഥമിക ചികിത്സ നൽകി. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കുന്നംകുളത്ത് CPM-നെ ജില്ലയിലെ കോൺഗ്രസ് മന്ത്രിയും കുന്നംകുളത്തെ പ്രാദേശിക നേതൃത്വവും സഹായിക്കുകയാണെന്ന് ഘടകകക്ഷികളുടെ ആരോപണം. ഇന്ദിരാഭവനിൽ കഴിഞ്ഞ ദിവസം ചേർന്ന UDF കുന്നംകുളം മണ്ഡലം യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ഘടകകക്ഷി അംഗങ്ങൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കോലളമ്പ് ഭൂമി തട്ടിപ്പ് വിഷയത്തിൽ കേസ് അട്ടിമറിച്ചത് മന്ത്രിയുടെ രഹസ്യ ഇടപെടൽ മൂലമാണെന്ന യോഗത്തിൽ ആരോപണമുയർന്നു. ദിവസങ്ങൾക്ക് മുൻപ് SFI ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന KSU പ്രവർത്തകനെ ആശുപത്രിയിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതർ പരാതി നൽകിയിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ലെന്നും ഇത് മന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണെന്നും മുസ്ലിം ലീഗ് അംഗങ്ങൾ ആരോപിച്ചു. കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കൾ CPM പ്രീണനം അവസാനിപ്പിക്കണമെന്ന് ഘടകകക്ഷി നേതാക്കൾ ആവശ്യപ്പെട്ടു. CMP നേതാവ് PRN നമ്പീശൻ അധ്യക്ഷത വഹിച്ചു. കാളയുടെ വയറ്റിൽ നിന്ന് ലഭിച്ച ഗോരോചനത്തെ ചൊല്ലി വിവാദം. തൃശൂർ നഗരത്തിൽ അലഞ്ഞു നടന്നിരുന്ന കാള കഴിഞ്ഞ ദിവസം ചത്തിരുന്നു. ഈ കാളയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഗോരോചനം ലഭിച്ചത്. ആയുർവേദത്തിലെ ഔഷധമായ ഗോരോചനം അപൂർവമായി ലഭിക്കാറുള്ളൂ. കാളയുടെ പിത്തസഞ്ചിയിൽ നിന്നാണ് ഗോരോചനം ലഭിച്ചത്. എന്നാൽ ഈ വസ്തു ചിലർ ചേർന്ന് പങ്കിട്ടെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് കൗൺസിലർ ജോൺ കാഞ്ഞിരത്തിങ്കൽ രംഗത്തെത്തി. ഗോരോചനം പിടിച്ചെടുക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കൗൺസിലർ കത്ത് നൽകുകയും ചെയ്തു. ഗോരോചനം ഉടൻ കോർപ്പറേഷനെ ഏൽപ്പിക്കണമെന്ന് സെക്രട്ടറി ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വൈറൽ പനി ബാധിച്ച 859 പേർ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇതിൽ 43 പേരെ കിടത്തി ചികിത്സയ്ക്ക് വിധേയരാക്കി. വയറിളക്ക രോഗം ബാധിച്ച് 139 കേസുകളും എടവിലങ്ങ്, മണലൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഡെങ്കിപ്പനിയുടെ ഓരോ കേസുകളും, മുണ്ടിനീരിന്റെ 1 കേസും ചിക്കൻ ബോക്സിന്റെ 3 കേസുകളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു.
കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഷഡ്കാല ഗോവിന്ദമാരാർ സംഗീതോത്സവം തൃശൂരിൽ തുടരുന്നു. KT മുഹമ്മദ് സ്മാരക തിയേറ്ററിൽ നടക്കുന്ന സംഗീതോത്സവത്തിന്റെ 2ാം ദിനമായ ഇന്ന് പിന്നണി ഗായിക ഗായത്രി അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീത കച്ചേരി അരങ്ങേറി. നാളെ സുരാഞ്ജലി അവതരിപ്പിക്കുന്ന സംഗീത സമന്വയം മോഹനരാഗ സന്ധ്യ അരങ്ങേറും. സംഗീതോത്സവം ഈ മാസം 7 വരെ നീളും. കന്നഡ എഴുത്തുകാരനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ MM കൽബുർഗിയുടെ കൊലപാതകത്തിൽ സാംസ്കാരിക കൂട്ടായ്മ പ്രവർത്തകർ പ്രതിഷേധിച്ചു. എഴുത്തിന്റെയും സാഹിത്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കഴുത്തുഞെരിച്ചു കൊല്ലാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്ന് പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത സാറ ജോസഫ് പറഞ്ഞു. ഡോക്ടർ കൽബുർഗിയെ കൊല ചെയ്തവർ രാജ്യത്തിന്റെ ജനാധിപത്യ സങ്കല്പങ്ങളെയാണ് കൊല ചെയ്തതെന്ന് K. വേണു പറഞ്ഞു. സാഹിത്യ അക്കാദമി അങ്കണത്തിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ CR പരമേശ്വരൻ, പ്രിയനന്ദനൻ, K. അരവിന്ദാക്ഷൻ, ഫാദർ ബെന്നി ബെനഡിക്ട്, I. ഷൺമുഖദാസ്, KP ശശി, സജീവൻ അന്തിക്കാട്, I. ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. മധ്യമേഖല പോസ്റ്റൽ കലാമത്സരങ്ങൾ തൃശൂരിൽ നടന്നു. ടൗൺഹാളിൽ നടന്ന മത്സരങ്ങൾ പോസ്റ്റൽ സർവീസ് ഡയറക്ടർ S. രാമമൂർത്തി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് CR രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. V. നാരായണൻകുട്ടി, PS. പരമേശ്വരൻ, KM സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ഇനങ്ങളിൽ മത്സരങ്ങൾ അരങ്ങേറി. ഗുരുവായൂർ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്റർ അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹത്തിൽ നടത്തുന്ന ആരോഗ്യ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന ചിത്ര പ്രദർശനവും വിൽപ്പനയും ആരംഭിച്ചു. തൃശൂർ ലളിതകലാ അക്കാദമിയിൽ നടക്കുന്ന യുവ ചിത്രകാരൻ ബിജോയ് K. സഖറിയയുടെ ചിത്രപ്രദർശനം പ്രമുഖ വ്യവസായിയും ശാന്തിയുടെ അട്ടപ്പാടി പ്രോജക്ട് ഗുഡ്വിൽ അംബാസഡറുമായ ഡോക്ടർ TA സുന്ദർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി നിരവധി ആരോഗ്യ ശുചിത്വ പദ്ധതികൾ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്റർ ഡോക്ടർ സുന്ദർ മേനോനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ശാന്തി ഡയറക്ടർ ഉമാ പ്രേമന്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ചിത്രപ്രദർശനവും വിൽപ്പനയും ഈ മാസം 8 വരെ തുടരും. മാള ബസ് സ്റ്റാൻഡ് പരിസരത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന ബംഗാളി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുർസിബാദ് സ്വദേശിയായ ബിസ്വജിത് ദാസിനെയാണ് 50 ഗ്രാം കഞ്ചാവുമായി മാള പോലീസ് പിടികൂടിയത്. മാള മേഖലയിൽ കിണർ പണി ചെയ്യുകയായിരുന്നു ഇയാൾ. രഹസ്യവിവരത്തെ തുടർന്ന് SI ജിജിൻ ജി ചാക്കോയാണ് കഞ്ചാവ് പൊതിയടക്കം ബിസ്വജിത് ദാസിനെ പിടികൂടിയത്. മികച്ച PTA-ക്കുള്ള അവാർഡ് വിതരണം ചെയ്യുന്നത് ഹൈക്കോടതി 10 ദിവസത്തേക്ക് താൽക്കാലികമായി സ്റ്റേ ചെയ്തു. എടക്കുളം SNGSS UP സ്കൂൾ PTA നൽകിയ പരാതി പരിഗണിച്ചാണ് ജസ്റ്റിസ് A. മുഹമ്മദ് മുസ്താഖ് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയുടെയും തൃശൂർ ജില്ലയുടെയും PTA പുരസ്കാരങ്ങൾ വിതരണങ്ങൾ താൽക്കാലികമായി തടഞ്ഞ് ഉത്തരവിട്ടത്. 2014-15 അധ്യയന വർഷത്തെ ഉപജില്ലാ PTA അവാർഡിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നും ഇതിൽ പുനർനിർണയം വേണമെന്നും ആവശ്യപ്പെട്ട് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആലീസ് തോമസ് തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു. പരാതി പരിശോധിച്ച വിദ്യാഭ്യാസ ഉപഡയറക്ടർ മൂല്യനിർണ്ണയത്തിൽ ക്രമക്കേട് സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് സ്കൂൾ അധികൃതരും PTA-യും ഹൈക്കോടതിയെ സമീപിച്ചത്. ചാലക്കുടി ടൗൺഹാൾ നിർമ്മാണത്തിന് തനതു ഫണ്ടിൽ നിന്ന് എടുത്ത 88 ലക്ഷം രൂപ ചെയർമാൻ തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് PM ശ്രീധരൻ കൌൺസിൽ ഹാളിൽ നിരാഹാര സമരം ആരംഭിച്ചു. പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് ഇന്ന് ചേർന്ന പ്രത്യേക കൌൺസിൽ യോഗം അവസാനിച്ച ഉടൻ പ്രതിപക്ഷ നേതാവ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുകയായിരുന്നു. വൈകിട്ട് 6-ന് ആരംഭിച്ച നിരാഹാര സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മറ്റ് LDF കൌൺസിലർമാരും ഹാളിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. ടൗൺഹാൾ കെട്ടിട നിർമ്മാണത്തിന് തനത് ഫണ്ടിൽ നിന്ന് 1,03,1502 രൂപ വിനിയോഗിച്ചെന്ന് ചെയർമാൻ VO പൈലപ്പൻ യോഗത്തിൽ സമ്മതിച്ചു. ഇതിൽ 20 ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടിയെന്നും അത് നഗരസഭാ അക്കൗണ്ടിൽ അടച്ചുവെന്നും ബാക്കി 76 ലക്ഷം രൂപ പരമാവധി വേഗത്തിൽ തിരിച്ചടയ്ക്കുമെന്നും ചെയർമാൻ ഉറപ്പു നൽകി. എന്നാൽ ഇത് പ്രതിപക്ഷം അംഗീകരിച്ചില്ല. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് മുഴുവൻ തുകയും സ്വരൂപിച്ചാണ് ടൗൺഹാൾ നിർമ്മാണത്തിന് അനുമതി നൽകിയതെന്നും നഗരസഭാ ഫണ്ട് ഇതിനായി ഉപയോഗിക്കുന്നത് നിയമപരമായി തെറ്റാണെന്നും PM ശ്രീധരനും മറ്റ് കൌൺസിലർമാരും അഭിപ്രായപ്പെട്ടു. ചെയർമാൻ തന്റെ തീരുമാനം അറിയിച്ച് യോഗം അവസാനിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് നിരാഹാര സമരവും പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിനിടെ മുഖ്യമന്ത്രി ടൗൺഹാൾ ഉദ്ഘാടനം നടത്തുന്ന തിങ്കളാഴ്ച നഗരസഭാ കാര്യാലയം ഉപരോധിച്ച് മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിന് വലിയ ഒരു നാടക പാരമ്പര്യമുണ്ടെന്നും എന്നാൽ ലോക നാടകങ്ങളോട് കിടപിടിക്കുന്ന നാടകങ്ങൾ നമുക്കുണ്ടായില്ല എന്നത് ഖേദകരമാണെന്നും ലളിതകലാ അക്കാദമി സെക്രട്ടറി വൈക്കം ഷിബു പറഞ്ഞു. രംഗചേതനയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന സംസ്ഥാന നാടക രചനാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രൊഫസർ PN പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ED ഡേവിസ്, KV ഗണേഷ്, VS ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ശില്പശാലയിൽ കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാനും ക്യാമ്പ് ഡയറക്ടറുമായ TM എബ്രഹാം മോഡറേറ്ററായിരുന്നു.
പ്രശസ്ത ഇലത്താള വാദ്യ കലാകാരൻ ചേർപ്പ് പടിഞ്ഞാട്ടുമുറി കുമ്മത്ത് വേണുഗോപാൽ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് ഏറെ വർഷങ്ങളായി ചികിത്സയിലായിരുന്നു. അസുഖത്തെ തുടർന്ന് 11 വർഷമായി കലാരംഗത്ത് നിന്ന് വിട്ടുനിന്ന വേണുഗോപാൽ ഇന്നലെ രാത്രിയാണ് അന്തരിച്ചത്. പെരുവനം ആറാട്ടുപുഴ പൂരത്തിനും തൃശൂർ പൂരം, മച്ചാട് മാമാങ്കം, നെന്മാറ വല്ലങ്ങി, കൊടുങ്ങല്ലൂർ ഭരണി തുടങ്ങി നിരവധി ഉത്സവങ്ങളിൽ വേണുഗോപാൽ പങ്കെടുത്തിട്ടുണ്ട്. 1951 കുമ്മത്ത് കൊച്ചമണി അമ്മയുടെയും പൈപ്പോത്ത് നാരായണൻ നായരുടെ മകനായി ജനിച്ച വേണുഗോപാൽ ഇലത്താള വാദ്യകലാരംഗത്ത് ഉയരങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. അമ്മാവനായിരുന്ന കുമ്മത്ത് അപ്പുനായരുടെ ശിക്ഷണത്തിൽ കലാരംഗത്തേക്ക് പ്രവേശിച്ച കുമ്മത്ത് വേണുഗോപാൽ തന്റെ 11ാമത്തെ വയസ്സിൽ ചേർപ്പ് ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് അരങ്ങേറ്റം കുറിച്ചത്. 1986 റിപ്പബ്ലിക് പരേഡിനടക്കം കേരളത്തിന് പുറത്ത് ബോംബെ, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലും 1993 ദുബായ് ഓണാഘോഷത്തിലും പങ്കെടുത്തിട്ടുണ്ട്. തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച അധ്യാപക ദിനാഘോഷം വ്യത്യസ്തമായി. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ക്ലബിലെ പച്ചക്കുട്ടികൾ എന്ന വിശേഷണമുള്ള വിദ്യാർത്ഥികൾ പടിഞ്ഞാറേക്കോട്ട ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്ര അങ്കണത്തിൽ 200ഓളം ഫലവൃക്ഷ തൈകൾ നട്ടു. മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും അധ്യാപകരോടുള്ള തങ്ങളുടെ ബഹുമാനവും ആദരവും വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ചു. അധ്യാപകർക്കുള്ള ആദരവിന് ഉപരിയായി തങ്ങളിലെ സാമൂഹിക പ്രതിബദ്ധത തെളിയിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ഓരോ പച്ചക്കുട്ടികളും ഈ വ്യത്യസ്ത പരിപാടിയിൽ പങ്കുചേർന്നത്. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മാർ അപ്രേ മെത്രോപൊലിത്ത അധ്യക്ഷത വഹിച്ചു. നീതി നിഷേധിക്കപ്പെട്ടവരും തൊഴിൽ അസ്ഥിരതയുള്ളവരുമാണ് എംപാനൽ ജീവനക്കാരെന്നും ദിവസവേതനക്കാർക്ക് ന്യായമായ വേതനം നൽകണമെന്നും അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA ആവശ്യപ്പെട്ടു. KSRTC എംപാനൽ കൂട്ടായ്മ ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ജില്ലാ കൺവീനർ AP ലൈജു അധ്യക്ഷത വഹിച്ചു. M ദിനേശ് ബാബു, KV ഡേവി, AC കൃഷ്ണൻ, KK രതീഷ്, വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷനിലെ അയ്യന്തോൾ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ OP വിഭാഗം നിർമ്മാണോദ്ഘാടനം അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA നിർവഹിച്ചു. ഒളരി ഡിസ്പെൻസറി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ PV സരോജിനി അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ റീന ജോയ്, ഫ്രാൻസിസ് ചാലിശ്ശേരി, ജില്ലാ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് A പ്രസാദ്, ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രീതി K രാമകൃഷ്ണൻ, ഡോക്ടർ ഗീത, CV ജോയ്, PA ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസ്പെൻസറിയിൽ പുതിയ OP വിഭാഗം നിർമ്മിക്കുന്നതിനും ഡിസ്പെൻസറിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും കോർപ്പറേഷന്റെ ഡിവിഷൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ ലഭിക്കാതെ അധ്യാപകർ നിരാശരായി മടങ്ങി. പഴയന്നൂർ മുതൽ വലപ്പാട് വരെയുള്ള 100ഓളം സ്കൂളുകളിലെ പ്രധാന അധ്യാപകരാണ് മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷം ചോദ്യപേപ്പർ കിട്ടാതെ മടങ്ങിയത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ ചോദ്യപേപ്പറും ഇതുവരെ എത്തിയിട്ടില്ല. ചോദ്യപേപ്പർ ലഭിക്കാതായതോടെ തിങ്കളാഴ്ച നടക്കേണ്ട പരീക്ഷകൾ അവതാളത്തിലാകുമെന്ന് ആശങ്കയേറി. അതേസമയം നാളെ സ്കൂളുകൾ തുറന്നിരിക്കണമെന്നാണ് BRC അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അധ്യാപക ദിനവും അഷ്ടമി രോഹിണി ആഘോഷവും നടക്കുന്നതിനാൽ നാളത്തെ ചോദ്യപേപ്പർ വിതരണവും അവതാളത്തിലാകുമെന്നാണ് അധ്യാപകർ പറയുന്നത്. ഇനി വാണിജ്യം. രുചിവൈഭവങ്ങളുടെ നവരസക്കൂട്ട് പകർന്നു നൽകിയ പൂങ്കുന്നം പെപ്പർ റെസ്റ്റോറന്റിന്റെ പുതിയ ബ്രാഞ്ച് പുഴയ്ക്കലിൽ ഉപഭോക്താക്കൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. പുഴയ്ക്കലിൽ ആരംഭിച്ച പെപ്പർ റെസ്റ്റോറന്റ് ഔദ്യോഗിക ഉദ്ഘാടനം മേയർ രാജൻ ജെ പല്ലൻ നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, റെസ്റ്റോറന്റ് ഡയറക്ടർമാരായ ഫസൽ, ഫൈസൽ, ഫിനോസ്, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചൈനീസ്, നോർത്ത് ഇന്ത്യൻ, തന്തൂരി വിഭവങ്ങൾക്ക് പുറമെ കൊതിയൂറും തനി നാടൻ വിഭവങ്ങളും പുഴയ്ക്കൽ പെപ്പർ റെസ്റ്റോറന്റിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വിപുലമായ സീറ്റിംഗ് കപ്പാസിറ്റിയോടെ ശീതീകരിച്ച പാർട്ടി ഹാൾ, ഫീഡിംഗ് റൂം, പ്രത്യേക പ്രാർത്ഥനാമുറി, വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യം എന്നിവയോടെയാണ് പെപ്പർ റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ റെസ്റ്റോറന്റ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048769998000. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 2490, വെള്ളി 10 ഗ്രാമിന് 380, തങ്കം ഗ്രാമിന് 2661. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. പുതുക്കാട് കുറുമാലി പാലത്തിൽ നിന്ന് കാർ പുഴയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. പരിയാരം സ്വദേശി സനീഷാണ് മരിച്ചത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു.
തൃശൂർ സംഗീത നാടക അക്കാദമി കോമ്പൗണ്ടിൽ സജ്ജമാക്കിയ റേഡിയോ നാടകവേദിയും ടെന്റ് തിയേറ്ററും അനാഥാവസ്ഥയിൽ. അക്കാദമി ഭാരവാഹികളുടെ കെടുകാര്യസ്ഥതയാണ് വേദികൾ ഉപയോഗശൂന്യമാകാൻ കാരണമെന്ന് ആക്ഷേപം. മണ്ണുത്തി പാലക്കാട് ദേശീയപാത വീണ്ടും ദുരിതപാതയാകുന്നു. ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവായതോടെ മേഖലയിലെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് സമരം നടത്തുമെന്ന് ബസ് ഉടമകൾ. ചാവക്കാട് ഹനീഫ വധക്കേസിൽ മന്ത്രി CN ബാലകൃഷ്ണനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ എ ഗ്രൂപ്പുകാർ ബോധപൂർവം ശ്രമിച്ചതായി ഐ ഗ്രൂപ്പ് നേതാക്കൾ. തൃശൂരിലെ ആഭ്യന്തര കലഹം സംബന്ധിച്ച് തിങ്കളാഴ്ച നടക്കുന്ന KPCC യോഗം ചർച്ച ചെയ്തേക്കും. ചാവക്കാട് പാലപ്പെട്ടി ബീച്ചിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ ബോട്ട് മറഞ്ഞു. മത്സ്യബന്ധന തൊഴിലാളികളായ 5 പേരെ മറ്റു ബോട്ടിലുള്ളവർ രക്ഷപ്പെടുത്തി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നാളെ ജില്ലയിൽ 1000 ശോഭായാത്രകൾ സംഘടിപ്പിക്കും. ഗുരുവായൂരിൽ നടന്ന അവതാര വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി. നാളെ തൃശൂരിൽ നടക്കുന്ന ശോഭയാത്ര TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതോടെ തൃശൂർ റൗണ്ട് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.